ഇന്ന് ഞാനൊരു കൊള്ളി കൊണ്ടുള്ള മസാലയായിട്ട് ഉണ്ടാക്കണത്. അതിപ്പോൾ കണ്ടപ്പോഴേ മനസ്സിലായി കാണും എല്ലാവർക്കും. നമ്മുടെ നാട്ടിൽ അതിന് കൊള്ളി എന്നാണ് പറയുക. അതിന് മരച്ചീനിന്നും കപ്പാന്നും പൂളക്കിഴന്നും എന്നൊക്കെ പറയും, പല പേരിലും അറിയപ്പെടും. അപ്പോൾ ഈ മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ കൊള്ളിയാണ് എടുത്ത് വെച്ചേക്കണത് കേട്ടോ. പിന്നെ അതിലേക്ക് 1 കപ്പ് നാളികേരവും, ഒരു 5-8 വെളുത്തുള്ളിയും, 2 കഷ്ണം ഇഞ്ചിയും, കുറച്ച് പച്ചമുളകും, 2-3 പച്ചമുളകും, ഒരു സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കപ്പ തോല് കളഞ്ഞ് നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളം ഒഴിച്ചൊന്ന് കട്ട് കളയാൻ വേണ്ടിയിട്ട് വേണ്ടത്ര വെള്ളം ഒഴിക്കുക. അതിന് അളവൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളപ്പത്തിൽ അധികമായാലും കുഴപ്പമില്ല കേട്ടോ. ആ വെള്ളം കളയാനുള്ളതാണ്. അടുപ്പത്ത് വെച്ച് ഒന്ന് നല്ലോണം തിളപ്പിച്ച് എടുക്കണം. നമ്മൾ ഊറ്റിയെടുക്കണം. നല്ലോണം തിളപ്പിക്കുക. വല്ലാണ്ട് വേവാവരുത്, ചെറിയൊരു വേവായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ അവിടെ സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് ആ നാളികേരം ഒന്ന് അരച്ചെടുക്കണം. നാളികേരം കുറച്ച് മസാല കൂട്ടിയിട്ട് അരച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നാളികേരം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ്. മല്ലിപ്പൊടി അധികം ഇടണ്ട, അത് ശ്രദ്ധിക്കണം, അധികമാവരുത്. ഇനി നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ 2 തക്കാളി, ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞത് ആദ്യം ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, നല്ല ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റുക കേട്ടോ. അതിനുശേഷം നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ച് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. കപ്പയിൽ നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്കിലും ഇനിയൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ഇളക്കി നോക്കുക. നമ്മുടെ തക്കാളി നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഇനി നമ്മൾ അരച്ച് വെച്ച് മസാല, നാളികേരത്തിന് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി മസാല നമുക്ക് 1 മിനിറ്റ് നേരം വഴറ്റാം കേട്ടോ. മസാല 1 മിനിറ്റ് നേരം നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കൊള്ളിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റാം. മസാലയിൽ കിടന്നിട്ട് ആ കൊള്ളിയിൽ ഒന്ന് പിടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അത് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കണം കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ തിളച്ച് വരുമ്പോൾ അത് നന്നായിട്ട് കൊഴുത്ത് വരും. അതനുസരിച്ച് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് ആദ്യം ഒഴിച്ച് നോക്കിയപ്പോൾ അത് പോരാ തോന്നി. അതിനുശേഷം ഞാൻ 1/2 ഗ്ലാസും കൂടി വെള്ളം ചേർത്ത് കൊടുത്തു. അത് നമ്മൾക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഞാൻ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. അധികം തിളച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് കൊള്ളി വെന്ത് പോവും. അപ്പോൾ അധികം നേരം തിളപ്പിക്കരുത്. ചില കൊള്ളി പെട്ടെന്ന് അലിഞ്ഞ് കഞ്ഞി പോലെയാവും. അപ്പോൾ അതുപോലെ ചെയ്യാതെ കുറച്ച് ഒരു 5 മിനിറ്റ് ഇടയ്ക്ക് നോക്കിയിട്ട് ഒന്ന് തിളപ്പിച്ച് ആ മസാല ഒന്ന് പിടിക്കുന്നവരെ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം തയ്യാറായിരിക്കണു. ഇനി നമുക്ക് വേണമെങ്കിൽ അത് ഒന്നുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടാലും മതി, അല്ലെങ്കിൽ നമുക്ക് വറുത്തിടാം. അപ്പോൾ ഞാൻ വറുത്തിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോൾ നമ്മളതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്നു. അത് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നല്ലോണം ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വറവ് തയ്യാറായി. ഇപ്പോൾ നല്ലോണം ബ്രൗണായി വന്നു. നമ്മൾക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.